CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ SFIO കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും. ഇഡിയുടെ അപേക്ഷയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഈ നിർദ്ദേശം. കുറ്റപത്രം പരിശോധിച്ച ശേഷം പ്രതിപട്ടികയിലുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇഡി കടന്നേക്കും. മാസപ്പടി കേസിൽ 2024 മാർച്ചിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. CMRL KSIDC ഉദ്യോഗസ്ഥരെ തുടർന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ SFIO അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ ED നീക്കങ്ങൾക്ക് വേഗം കുറഞ്ഞു. പക്ഷേ അടുത്തിടെ SFIO കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ ED തങ്ങളുടെ കേസും പൊടിതട്ടിയെടുത്തു. SFIO കുറ്റപത്രം EDക്ക് കൈമാറണമെന്ന അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയോടെ ED നീക്കങ്ങൾക്ക് വേഗത കൂടും. കുറ്റപത്രം പരിശോധിച്ച ശേഷം പട്ടികയിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ED കടക്കുമെന്നാണ് വിവരം. ED കൊച്ചി യൂണിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സിനി IRSന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഇടപാടിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ കോടതി കേസെടുത്തിരുന്നു. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി കുറ്റപത്രം എറണാകുളം അഡീഷണൽ സെഷൻസ് 7ാം നമ്പർ കോടതിയാണ് സ്വീകരിച്ചത്. അടുത്ത ആഴ്ചയോടെ വീണ ടി, ശശിധരൻ കർത്ത തുടങ്ങി 13 പേർക്കെതിരെ കോടതി സമൻസ് അയക്കും. തുടർന്ന് കുറ്റപത്രത്തിൽ പേരുള്ളവർ അഭിഭാഷകൻ വഴി കോടതിയിൽ ഹാജരാകേണ്ടി വരും. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ ഇവർക്ക് മേൽക്കോടതികളെയും സമീപിക്കാം. 24 തിരുവനന്തപുരം.